വിഷമുള്ള ജാതി പാമ്പ് ആഴ്ചയുടെ മാറിയില്ലേ? അണലി ഇനത്തിൽപ്പെട്ട ഒരു പാമ്പാണ്. ആ പാമ്പിനെ കണ്ട് പേടിച്ചു പോയി. അങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പണിക്ക് വന്നത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ പാമ്പ് ഇന്നലെ പെരയ്ക്കകത്ത് കയറി. അപ്പോൾ അങ്ങനെയാണ് വിളിച്ചത്. പണിക്കാരെയൊന്നും കിട്ടിയില്ല. അങ്ങനെ പെട്ടെന്ന് നമ്മളെ വിളിച്ചു. അത് ചെയ്യാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. പ്രത്യേകിച്ച് ഈടത്ര വൃത്തിയാന്നിട്ടും കാര്യമില്ല. പരിസരം വൃത്തിയല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കയറും. പാമ്പിൻ്റെ ഭയങ്കര ശല്യമാണ് ഇപ്പോൾ. ഇപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടുമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് വൃത്തിയാക്കാനുണ്ടെങ്കിൽ വൃത്തിയാക്കിക്കോണം. മഴ സമയമുണ്ട് എന്തെങ്കിലും ആളില്ലാതായിട്ട് കാര്യമില്ല. നമുക്കത് വീടും പരിസരവും നല്ലപോലെ വൃത്തിയായിട്ട് നോക്കിയെങ്കിലേ പാമ്പൊക്കെ കയറാതിരിക്കുള്ളൂ. ഈ കാണുന്ന കമ്പുകളൊക്കെ മൊത്തം കുറ്റി കമ്പുകൾ സൈസാണ്. എന്നേക്കാൾ പൊക്കത്തിലായ വണ്ണം കുറഞ്ഞ കമ്പുകളാണ്. ഇതൊന്നും റോപ്പിന് പോവില്ല. ഇതെല്ലാം ബ്ലേഡ് ഇട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ള സമയവും നമുക്കാവും ചെയ്യുമ്പോഴത്തേന്. പിന്നെ ഇതുപോലെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്ന് വീണ് കിടക്കുമ്പോൾ ഇതൊക്കെ പറക്കി മാറ്റിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. ഇതിനകത്ത് വരുന്ന വേറൊരു ദുരിതം എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാലും ഈ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ മതിലോട്ടൊക്കെ ചാരി ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഭയങ്കര ദോഷം ചെയ്യും കേട്ടോ. കാരണം ഇതെപ്പോഴാണ് ഏത് സൈഡിൽ നിന്ന് ഇതൊക്കെ വലിഞ്ഞു കയറി വരിക എന്നുള്ള കാര്യം അറിയത്തില്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ബ്ലേഡ് പണി തുടങ്ങി. ഇതാ കാട് വെട്ടിയപ്പോൾ കിട്ടിയതാണ്. ഒരെണ്ണം 50 രൂപ സിറ്റിയിൽ കൊടുക്കണം. എന്തായാലും നമുക്കൊരു 4-5 എണ്ണം കിട്ടിയിട്ടുണ്ട്. കൊണ്ടുപോയി അതിലും വീട്ടിലോട്ട്. അങ്ങനെ ഈ പറമ്പ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സാധാരണ പുല്ലല്ലായിരുന്നു, വെട്ടി മാറ്റണ്ടേ. വെട്ടുകത്തിക്കാണ് കൂടുതൽ പണിയുണ്ടായിരുന്നത്. മിഷൻ അടിച്ച് കുറേയൊക്കെ മിഷന് കട്ടായിപ്പോയി. അല്ലാത്ത വെട്ടുകത്തിക്കാണ് വെട്ടി ഒതുക്കിയത്. ഇത് സാധാരണ പറമ്പ് പോലെ റോപ്പിനടിച്ച് പോകുന്ന കാടല്ലായിരുന്നു കേട്ടോ. ഏകദേശം വിരലിനേക്കാളും 2 വിരലിൻ്റെ വണ്ണത്തിലുള്ള കമ്പുകളൊക്കെ ആയിരുന്നു. ആഞ്ഞിലിയും അതുപോലെ തന്നെ മഹാഗണിയുടെ തൈകളൊക്കെ ആയിരുന്നു ഒരുപാട്. അതൊക്കെ നമുക്ക് പിന്നെ ലാസ്റ്റ് പിന്നെ മിഷന് ബ്ലേഡ് അടിച്ചിട്ട് പോകാതെ നമ്മൾ വെട്ടിക്കളയുകയാണ് ചെയ്തത്. വെട്ടിക്കളഞ്ഞ് ഏകദേശം പറമ്പ് കാണുന്ന രൂപത്തിലാക്കി നമ്മളിപ്പം. പിന്നെ കുറച്ച് വാഴകളൊക്കെ നിർത്താൻ പറഞ്ഞു. അതുകൂടെ അങ്ങ് വെട്ടിയായിരുന്നെ കുറച്ചുകൂടെ ഭംഗി കിട്ടിയേനെ. പിന്നെ അവർക്ക് നിർത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ നിർത്തി. ആദ്യം ഇതുവഴിയൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കാട് അത്രയും ഹൈറ്റിലാണ് നിന്നത്. ഈ പുരയിടം കാണാൻ പറ്റിയില്ല. ഇതിൻ്റെ അതിര് പോലും എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മളത് കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ വരെയാണ് അതിര്. കുറേ മരങ്ങൾ ഇതിനകത്ത് ഇപ്പുണ്ട്. അതെല്ലാം നല്ല തടികളാണ്. തേക്കും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഒന്നും വെട്ടിക്കളയാൻ പറ്റത്തില്ലല്ലോ. മുറ്റമൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. റോപ്പിനടിക്കുന്നതായിരുന്നു. പിന്നെ കുറേ ചെടികളൊക്കെ നിർത്തണമായിരുന്നു. അതിൻ്റെ ആയിട്ടാണ് ഒരു ക്ലാരിറ്റി കുറവ് കിട്ടുന്നത് അടിച്ചേക്കുന്നത്. ഈ 2 സൈഡിലും ചെടികളാണ്. അതിലൊന്നും തുടരുതെന്ന് പറഞ്ഞു. പിന്നെ ഈ മുറ്റമെല്ലാം നമ്മൾ അടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്.